ഇന്ന് കാലത്ത് പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ കാണുകയുണ്ടായി. പ്രധാനമായും അദ്ദേഹത്തെ കണ്ടത് എൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുടുംബമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. കുടുംബകാര്യങ്ങളും അതേപോലെ തന്നെ മകളുടെ വിവാഹ കാര്യങ്ങളും ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും കഴിഞ്ഞ 8 മാസക്കാലമായി അതിനുവേണ്ടി BJPയും അതേപോലെ NDAയും നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചും പ്രചരണത്തെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിയുകയുണ്ടായി. ഒരു കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം BJPക്കും NDAക്കും അനുകൂലമാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ജനവിധിയെ സംബന്ധിച്ച് അദ്ദേഹം പൂർണ്ണമായും സംതൃപ്തി പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 മാസക്കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ള BJPയും NDAയും നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പൂർണ്ണമായ സംതൃപ്തിയും അതോടൊപ്പം തന്നെ സന്തോഷവും പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ പ്രവർത്തനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടരണമെന്നും ആവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോടൊപ്പം നിൽക്കാൻ, കേരളത്തിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകും എന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ സമ്മതിദായകർ LDFും UDFും മതിയായി, BJPയും NDAയും മതി എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് അവർ പൂർണ്ണമായും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതായത് 2024 തൃശ്ശൂരിലെ ജനങ്ങൾ പ്രകടിപ്പിച്ച, അല്ലെങ്കിൽ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ കണ്ട രാഷ്ട്രീയ മാറ്റം, അത് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അത് കേരളം മുഴുവൻ വ്യാപകമാവും, വളരെ ശക്തമാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അന്ന് പുതിയ രാഷ്ട്രീയത്തിൻ്റെ, വികസന രാഷ്ട്രീയത്തിൻ്റെ, ജനക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ വിജയം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് കേരളം മുഴുവൻ വ്യാപിക്കും. ആ മാറ്റം കേരളത്തിൽ മുഴുവൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതായിരിക്കും വരുന്ന ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ചാണ് പറയാറ്. അതെ, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വരും. അതായത് കേന്ദ്രത്തിൽ BJP NDA സർക്കാർ, മോദി സർക്കാർ, വികസനത്തിലും ജനക്ഷേമത്തിലും ഊന്നിയിട്ടുള്ള സർക്കാർ, ഇതേപോലെ പ്രാദേശിക തലത്തിലും BJPക്ക് അനുകൂലം, BJPയുടെ NDAയുടെ
വികസനത്തിലും ജനക്ഷേമത്തിലും അധിഷ്ഠിതമായിട്ടുള്ള സർക്കാരുകൾ അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു. അവിടെ നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത്, അല്ല മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ BJP ND അധികാരത്തിൽ വരും. ഡബിൾ എഞ്ചിൻ സർക്കാർ ഇതോടുകൂടി ഉണ്ടാകും കേരളത്തിൽ. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിലേക്ക് രാഷ്ട്രീയ കേരളം ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഞങ്ങൾ ജനമധ്യത്തിൽ അവതരിപ്പിച്ചത് വികസനത്തെക്കുറിച്ചും ജനക്ഷേമത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. വികസിത കേരളം ഇതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, അതായിരുന്നു ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ മുഖ്യ കേന്ദ്രം എന്ന് പറയുന്നത്. പക്ഷേ CPM ഉം കോൺഗ്രസും LDF ഉം UDF ഉം വികസനത്തിൻ്റെ രാഷ്ട്രീയം, ജനക്ഷേമത്തിൻ്റെ രാഷ്ട്രീയം അവർ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അവർ മറ്റു ചില രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന് അധോലോക രാഷ്ട്രീയം, മറ്റൊന്ന് അശ്ലീല രാഷ്ട്രീയം. ഇതാണ് ആ രണ്ട് മുന്നണികൾക്കും ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ഈ ചർച്ചയിലൂടെ ജനങ്ങൾക്ക് LDF-നെക്കുറിച്ചും UDF-നെക്കുറിച്ചും CPM-നെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ തനനിറം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആണ് ഈ LDF ഉം UDF ഉം മതിയായി, NDA മതി, BJP മതി, മാറാത്തതിന് മാറും എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളൊരു വസ്തുതയുണ്ട്. അതായത് മതരാഷ്ട്രവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായി LDF-ൻ്റെ ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും UDF-ഉമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ആഗോള തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ മതവാദ രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധി കേന്ദ്രമാണ്. ലോകത്തിലെവിടെ ഭീകരാക്രമണം നടന്നാലും, ചാവേർ ആക്രമണം നടന്നാലും അതിൻ്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കേരളത്തിലെ ഭരണകക്ഷിയായ LDF-ൻ്റെ ബന്ധം മുഖ്യമന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് എവിടെയൊക്കെ ചർച്ചയ്ക്ക് പോയി എന്നുള്ളത് ഭാഗികമായി അദ്ദേഹം വ്യക്തമാക്കി. ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം അത് പൂർണ്ണമായും വ്യക്തമാക്കി കഴിഞ്ഞു. അതിലൂടെ LDF-ൻ്റെ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് എന്തൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ സ്മാർത്ഥ വിചാരം ജമാഅത്ത് ഇസ്ലാമി നടത്തിയാൽ ജനങ്ങൾക്ക് ഇനിയും കൂടുതൽ ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇതേപോലെ VD സതീശൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി CPM-ഓടൊപ്പം ചേർന്നാൽ മതേതരത്വം, ഇപ്പം ഞങ്ങളോടൊപ്പം ചേർന്നപ്പോൾ അത് വർഗീയതയായി എന്നുള്ളതാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഈ ഭീകരവാദ സംഘടനയുമായി, തീവ്രവാദ സംഘടനയുമായി, മതരാഷ്ട്രവാദ സംഘടനയുമായിട്ട് കോൺഗ്രസും UDF-ഉം ഉണ്ടാക്കിയ പരസ്യബന്ധം സതീശൻ പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം, ഐക്യം, ഏകത ഇതെല്ലാം അട്ടിമറിക്കുന്ന ആഗോള തീവ്രവാദത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ഭരണപക്ഷവും LDF-ഉം UDF-ഉം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം, രാഷ്ട്രീയ സഖ്യം, രാഷ്ട്രീയ ധാരണ ഇനി വരുന്ന കേരളം ഈ തെരഞ്ഞെടുപ്പോട് അത് അവസാനിക്കുന്നില്ല, ഇനി ചർച്ച ചെയ്യപ്പെടും. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും. മാത്രമല്ല അത് ഭാരതത്തിലും ഇനി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും അത് LDF UDF-നെതിരായിട്ടുള്ള ഒരു പൊതുവികാരമായി ദേശസ്നേഹികൾക്കിടയിൽ, മലയാളികൾക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ഈ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം വിലയിരുത്തിയല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പം നടന്നിട്ടുള്ള കഴിഞ്ഞ ഏതാനും മാസങ്ങളായി BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങൾ, ഇതിൽ അദ്ദേഹം പൂർണ്ണമായ സംതൃപ്തി രേഖപ്പെടുത്തി.
അതോടൊപ്പം സന്തോഷവും പ്രകടിപ്പിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കണമെന്നും ഇതേ പ്രവർത്തനം തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ഈ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ ദിലീപിന് നീതി കിട്ടിയതാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്. അതിനെങ്ങനെയാണ് BJP നോക്കുന്നത്? ഞങ്ങൾ ഇക്കാര്യത്തിൽ ഈ ആരാണോ പീഡിപ്പിക്കപ്പെടുന്നത്, അതാര് പീഡിപ്പിച്ചാലും അവരോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ വിധിയെ സംബന്ധിച്ച് അത് നിയമപരമായ കാര്യമാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകും. പ്രോസിക്യൂഷൻ്റെ ബാധ്യത നമ്മുടെ ഈ പീഡിപ്പിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ കോടതിയുടെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥി ശ്രീലേഖ തിരുവനന്തപുരത്ത് MD അധികാരത്തിൽ വരുമെന്ന് വ്യക്തമാക്കുന്ന FB പോസ്റ്റ് ഈ ഇലക്ഷൻ സമയത്ത് ഇട്ടു. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് BJP CPM അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുകയും തെരഞ്ഞെടുപ്പ് നടപടിയെടുക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം അവർ അത് പോസ്റ്റ് പിൻവലിക്കുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാൻ പോസ്റ്റ് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് കാണാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും പരാതികളും വന്നിട്ടുണ്ട്. പോലീസിന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണമോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണവും രാഹുലിനെതിരായിട്ടുള്ള അന്വേഷണവും ഒരു ഒത്തുതീർപ്പിലെത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചില ധാരണയുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണമോഷണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് 2 CPM നേതാക്കന്മാർ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇനി അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റു വലിയ നേതാക്കന്മാരിലേക്ക് ചെന്നെത്തും. അവരും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അങ്ങനെ തുടർന്ന് വീണ്ടും അന്വേഷണം നടത്തിയാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മുൻ മന്ത്രിമാരടക്കമുള്ളവർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ശബരിമല സ്വർണ്ണമോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണവും രാഹുലിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹം നടത്തിയ പീഡനത്തെക്കുറിച്ചുള്ള അന്വേഷണവും പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് ഇവിടെ വെച്ച് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ചില ധാരണകൾ CPMും കോൺഗ്രസും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വരാനിരിക്കുന്ന ആളുകൾ അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.